വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. ഇൻടേക്ക് 6th സ്റ്റുഡൻസിന്റെ എക്സാം എന്നായിരിക്കും ഒരുപാട് കുട്ടികൾക്കുള്ള ആശങ്കയാണ്. അതിനൊരു മറുപടി യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുകയാണ്. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിൻ്റെയും എക്സാംസ് ഏകദേശം ഒരു മന്ത് ഗ്യാപ്പിൽ നടത്താനാണ് പ്ലാൻ വന്നിട്ടുള്ളത്. ദെൻ അത് മാത്രമല്ല, ആസ് യൂഷ്വൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷൻ, സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷൻ അതൊക്കെ അതേ രീതിയിൽ തന്നെ കറക്റ്റ് ഓർഡറിൽ യൂണിവേഴ്സിറ്റി ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു അപ്ഡേഷനാണ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ പുതിയ നോട്ടിഫിക്കേഷനിലോട്ട് നമുക്ക് കടക്കാം. സോ അതിലൂടെ നമുക്ക് എന്നായിരിക്കും എക്സാം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom, BBA, MCom, BAയുടെ ആണെങ്കിലും എല്ലാ സബ്ജക്ട്സിനും ഓൺലൈനായിട്ട് ക്ലാസ്സസും അസൈൻമെന്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സർവകലാശാലയുടെ ഇൻടേക്ക് 6 പ്രോഗ്രാമുകളുടെ 1ഉം 2ഉം സെമസ്റ്റർ പരീക്ഷകൾ നടത്തുന്നത് സംബന്ധിച്ച്. സോ ഈ സൂചന പ്രകാരം ഇൻടേക്ക് 6 2025 ജൂലൈ അഡ്മിഷൻ 4 ഇയർ UG, അതുപോലെ തന്നെ UG PG പ്രോഗ്രാമുകളുടെ 1ഉം 2ഉം സെമസ്റ്റർ പരീക്ഷകൾ 2026 മെയ് ജൂൺ മാസങ്ങളിൽ നടത്തുന്നതിനായി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ആയിട്ട് 2 സെമസ്റ്റർ എക്സാംസും നടത്താനാണ് ഇപ്പോഴത്തെ പ്ലാൻ. പ്രസ്തുത പരീക്ഷകൾക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ 2026 ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ 2026 ഏപ്രിലായിരിക്കും അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ആയതിനാൽ പഠിതാക്കൾ പ്രസ്തുത സെമസ്റ്ററുകളിലെ പഠന പ്രവർത്തനങ്ങൾ ഇതനുസരിച്ച് ആസൂത്രണം ചെയ്യേണ്ടതാണ്. എന്നാൽ 1ഉം 2ഉം സെമസ്റ്ററുകളിലെ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായുള്ള അസൈൻമെന്റ് തയ്യാറാക്കലും സമർപ്പണവും അതത് സെമസ്റ്ററുകളിൽ തന്നെ സർവകലാശാലയിൽ നിന്നും അറിയിച്ചിട്ടുള്ള തീയതികളിൽ പൂർത്തിയാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഇന്റേണൽ മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ് സബ്മിഷൻ ഓരോ സെമസ്റ്ററിലും കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ഡേറ്റുകളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. ദെൻ എക്സാംസ് 2 സെമസ്റ്ററും ഏകദേശം അടുപ്പിച്ചായിരിക്കും വരാം. ഓക്കെ, ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഗ്യാപ്പ് വന്ന് പിന്നെ സെക്കൻഡ് സെമസ്റ്റർ അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം അപ്ഡേറ്റ്. അപ്പോൾ ഇത് പ്രകാരം നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ഏപ്രിൽ ആരംഭിച്ച് ഈ പറയുന്ന മെയ് ജൂണിലായിരിക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ നടക്കുക. അപ്പോൾ ഇപ്പോൾ അസൈൻമെന്റിന്റെ സബ്മിഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഫസ്റ്റിന്റെ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡിന്റെ വരും. അപ്പോൾ നിങ്ങളുടെ പഠനവും മറ്റു കാര്യങ്ങളും ഇതനുസരിച്ചിട്ട് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ BCom ആവട്ടെ, BBA ആവട്ടെ, ദെൻ MCom ആവട്ടെ, ദെൻ BA എല്ലാത്തിൻ്റെയും ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. പിന്നെ അത് അത്രമല്ല പറയാനുള്ളത്, ഒരുപാട് കുട്ടികൾ നോട്ട്സ് അവൈലബിൾ ആണോ എന്നുള്ളത് സെപ്പറേറ്റ് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ മലയാളത്തിലുള്ള നോട്ട്സ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഷോർട്ട് നോട്ടുകളായിട്ടുള്ള എക്സാം ട്യൂബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളതാണ്, ഇതൊക്കെ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ഇപ്പോൾ BCom BBA സ്റ്റുഡൻസിന്, ഇപ്പോൾ BCom സ്റ്റുഡൻസിനാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നു, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ദെൻ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം വരുന്നു. അപ്പോൾ ഇങ്ങനെ 4 പേപ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറിയിലെ ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാം ട്യൂബ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എക്സാം ട്യൂബ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും, നിങ്ങൾക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മലയാളത്തിലുള്ള നോട്ട്സ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ,
ദെൻ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ഒക്കെ വേണമെങ്കിൽ ഇംഗ്ലീഷിലുള്ളതും എക്സാം ട്യൂബ് എന്നാണ് നമ്മളതിന് പറയുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എക്സാം ട്യൂബ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.